ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുട്ടിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഞാൻ 2 പുട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. അതുപോലെ തന്നെ നല്ല ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല 2 റെസിപ്പികളാണ്. അപ്പം നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് റാഗി സേമിയ വെച്ചിട്ട്, അതുപോലെ മറ്റത് ചെറുപയർ വെച്ചിട്ടാണ് ഈ പുട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. വളരെ ഈസിയാണ്. ഇവിടെ ഞാൻ 250 ഗ്രാമിൻ്റെ ഒരു സേമിയ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്, റാഗി സേമിയൻ്റെ. ഇത് ഞാൻ പൊട്ടിച്ചിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അധികം വിലയൊന്നുമില്ല കേട്ടോ ഈ സേമിയക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാങ്ങി ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് പുട്ടിന് നനച്ചു കൊടുക്കുന്നതിലൊന്ന് സേമിയ നനയുന്ന വരെ ഒന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ അതിന് കുറച്ച് വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളമാണ്. ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഈ സേമിയ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകണ്ട കേട്ടോ. വെള്ളം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നായിട്ട് കട്ട പിടിക്കും നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് സേമിയ അല്ലാതെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മതി വെള്ളം കേട്ടോ. അതിൽ കൂടുതൽ ഒഴിക്കണ്ട. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട്, മുഴുവനായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതും കൂടെ ഒഴിച്ചിട്ട് ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടെല്ലാം നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ട് കുറ്റി എടുത്തിട്ട് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ പുട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുക. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളൊരു ലെയർ തേങ്ങ, പിന്നെ നമ്മളൊരു ലെയർ മാവ് അങ്ങനെ നിറക്കുന്ന പോലെ തന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യാം. ഏത് കുറ്റിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ എന്തോ ഒട്ടി പിടിക്കോ അങ്ങനെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുറ്റിയിൽ നിന്ന് പുറത്തെടുക്കാനും കഴിയും. ഇനി കൂടുതൽ സമയം ഒന്നും ആവശ്യമില്ല. സാധാരണ പുട്ടുണ്ടാക്കുന്ന അത്രയും സമയം തന്നെ നമുക്കിതിനും ആവശ്യമുള്ളൂ. ഇനി തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ പുട്ടുകുടത്തിൽ വെച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുക. ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കുക. ഇനി ഞാൻ ചെറുപയർ പുട്ടിനുള്ളതാണ്. ഇത് കുറച്ച് ചെറുപയർ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ പുട്ടുപൊടിയോ ഇട്ടിട്ട് പുട്ടിൻ്റെ ആ ഒരു പരുവത്തിലാകുന്നത് വരെ നമുക്കിതൊന്ന് ഉതിർത്തിയെടുക്കുക. ചെറുപയറിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് ഉതിർത്താൻ പറ്റും കേട്ടോ. എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പാകം വരുന്നവരെ നമുക്ക് കുറേശ്ശായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ഉതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നനവ് കൂടി പോകരുത്. അപ്പോൾ നനവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് നല്ലോണം കട്ടയായി പോകും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ പുട്ട് നന്നായിട്ട് തന്നെ നമ്മൾ നൈസായിട്ട് തന്നെ ഉതിർത്തിയെടുക്കണം, കട്ടയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇതാക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള പൊടി ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ചെറുപയർ വേവിച്ച വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ചെയ്താൽ മതി. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഉതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് പാകം തന്നെ ആയിട്ടുണ്ട്. എത്രയും മതി. ഇനി ഇത് നമുക്ക് പുട്ടുകുറ്റിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ തേങ്ങ ഇട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഞാനിനി ഒരു ചിരട്ട ഷേപ്പിലുള്ള കുറ്റിയിലും കൂടെ സേമിയൻ്റെത് നിറച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം തേങ്ങ ഇട്ടിട്ട് വീണ്ടും സേമിയ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും തേങ്ങ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. തേങ്ങ വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ തേങ്ങ. ഈ ചെറുപയർ പുട്ടും കൂടെ ഞാനിവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സേമിയ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും തന്നെ. ഇത് പഴത്തിൻ്റെ കൂടെ അതുപോലെ കറി കൂട്ടിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ 2 പുട്ടും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ.
അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല 2 പുട്ടുകളാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഒഴിവിനനുസരിച്ചുള്ള എൻ്റെ മറ്റു വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.